ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടമാണ്. ഇതിനായി ഞാൻ നല്ലപോലെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ പൊടിച്ച് അതിൻ്റെ തരിയൊക്കെ മാറ്റി എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അതൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പിടുന്നുണ്ട്. പപ്പടത്തിനൊക്കെ നല്ലപോലെ ഉപ്പിട്ട് ആണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതൊരു ചപ്പാത്തി പരുവത്തിലായിരിക്കണം കുഴച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം കൂടിപ്പോകാൻ പാടില്ല, അതേപോലെ തന്നെ കുറയാനും പാടില്ല. ഇനി നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ കയ്യിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്കിത് നല്ലപോലെ വലിച്ച് നീട്ടണം. ഇതിങ്ങനെ തന്നെ കൈകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ആക്കിയെടുക്കണം. ഇതിങ്ങനെ ഒരു പരുവത്തിലാകും. നമുക്കിനി അത് നല്ലപോലെ മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്കത് നേരത്തെ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പപ്പട പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഉഴുന്ന് പൊടിച്ചത് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പൊടി തൂളി നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രം വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, എളുപ്പമാണ്. അങ്ങനെ പപ്പടങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഉണക്കിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അരമണിക്കൂറോളം തിരിച്ച് മറിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു കട്ടിയായി, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഒരിച്ചിരി കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ വറുത്തെടുക്കാം. അതിനായി ഞാനിപ്പോൾ ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നിട്ട് ചുട്ടെടുക്കാം. ഇവിടെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് വീട്ടിലേക്ക് കുത്തിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോയ്ക്ക് നേരെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.